ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പേടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന മനുവിനെ വിളിക്കുക. മനുവേട്ടാ, വിളിച്ചപ്പോഴേ എടുത്തല്ലോ. ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. എൻ്റെ കോളിന് വേണ്ടിയോ? അല്ല, ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വേറൊരു സുന്ദരിക്ക് വേണ്ടിയിട്ട്, അവളുടെ കോളിങ്ങിന് വേണ്ടി. അതാരാണ് ആ സുന്ദരി? ഇതുവരെ മനുവേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, പറഞ്ഞ കുശുമ്പ് വർക്കൗട്ട് ആയാലോ എന്ന് ഓർത്ത് പറയാത്തതാണ്. കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനാ, അങ്ങോട്ട് വിളിച്ചൂടെ? അതെ, കോൾ ഇങ്ങോട്ട് വരണം, അതാണ് നമുക്കൊരു വെയിറ്റ്. അതാ വെയിറ്റ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ട്. വെയിറ്റ് 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 ചേർന്ന് കൺഫ്യൂഷനായിട്ടോ എന്ന് അലീന പറഞ്ഞു. അല്ല, വേറൊരു സുന്ദരി എന്ന് കേട്ടിട്ട് നിനക്ക് കുശുമ്പൊന്നും തോന്നുന്നില്ലേ എന്ന് മനു ചോദിച്ചു. അപ്പോഴേക്കും അലീന പതുക്കെ ചിരിച്ചു. എന്താ, തോന്നണമായിരുന്നോ? സ്നേഹം ഉണ്ടെങ്കിൽ തോന്നും. എനിക്കുള്ളതേ എനിക്ക് തന്നെ കിട്ടുന്ന ഉറച്ച് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഞാൻ കുശുമ്പെടുക്കണം? അയ്യോ, ഒട്ടോറോ മറുപടി ഒരു പിടിയും തരരുത് കേട്ടോ എന്ന് മനു. എൻ്റെ സംശയം എന്തായിരുന്നെന്ന് അറിയോ മനുവേട്ടന്? പറ, എന്താ നിൻ്റെ സംശയം? അതെ, എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോവോന്ന്. ഇപ്പം പഴയ പോലെ അന്വേഷണമൊന്നും ഇല്ലല്ലോ. ഒപ്പം പരിഭവം ഉണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ഈ സ്നേഹം കൂടുതലേ ഉള്ളൂ. മുമ്പ് എൻ്റെ അടുത്ത് ഉണ്ടല്ലോ എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴോ ഞാൻ അകന്ന് പോയി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഇപ്പം എൻ്റെ ആശ്വാസം നീ ഇവിടത്തേക്കാളും സേഫായിട്ട് ഒരിടത്തുണ്ടല്ലോ എന്നാണ്. സ്വന്തം പപ്പയുടെ സംരക്ഷണ വലയത്തിലാണല്ലോ, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടല്ലോ, പിന്നെന്താ? അപ്പോഴേക്ക് അലീന പറഞ്ഞു, അച്ഛൻ്റെ കൂടെ ഞാൻ ഇതിനേക്കാൾ സുരക്ഷിതയായിരുന്നു. അച്ഛനോടുള്ള അത്രയും ഇൻറ്റിമസി എനിക്ക് പപ്പയോട് തോന്നിയിട്ടുമില്ല. അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ അച്ഛൻ. അപ്പോഴേക്കും മനു പറഞ്ഞു, അതെ, അങ്കിളിനോട് ഇത് പറയണം. അങ്കിൾ ഇത് കേൾക്കുമ്പോൾ എന്തുമാത്രം സന്തോഷിക്കുന്നറിയാവോ? അച്ഛനതൊക്കെ അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും മനു പറഞ്ഞു, ഓക്കെ, ഇനി നീ അറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ. ബാലേന്ദ്രൻ അങ്കിൾ അല്ലായിരുന്നു നിൻ്റെ ലോക്കൽ ഗാർഡിയൻ വാസ്തവത്തിൽ. അയ്യോ, അപ്പോൾ പിന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ. വേറെ ആരായിരുന്നു? ഈ ഞാൻ തന്നെ. നീ ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. മുത്തച്ഛൻ നിൻ്റെ ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാനാണല്ലോ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം ഞാനല്ലേ നിൻ്റെ രക്ഷകർത്താവ്? അപ്പോൾ അലീന പറഞ്ഞു, വളരെ ശരിയാ, സമ്മതിച്ചു. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞാൻ വിചാരിച്ചു അച്ഛനാണ് എൻ്റെ രക്ഷകർത്താവ് എന്ന്. അങ്കിള് വെറും കസ്റ്റോഡിയൻ മാത്രമല്ലേ, റെസ്പോൺസിബിലിറ്റി മൊത്തം എനിക്കല്ലായിരുന്നോ? അപ്പോൾ ഇപ്പോഴോ? ഇപ്പം നിനക്കൊരു ഓണർ ഉണ്ടല്ലോ, നിൻ്റെ സ്വന്തം പിതാവുണ്ടല്ലോ. അദ്ദേഹം നിൻ്റെ ഗാർഡിയനാണ്, കസ്റ്റോഡിയനാണ്, എല്ലാമാണ്. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ ഒരഭിമാനമൊക്കെ ഇല്ലേ? അപ്പോൾ അലീന പറഞ്ഞു, ഉണ്ട് മനുവേട്ടാ, ഞാനത് തിരിച്ചറിയുന്നുമുണ്ട്. എതിരാളികൾ ആരെങ്കിലും രംഗപ്രവേശനം ചെയ്തോ? ഇതുവരെ ചെയ്തിട്ടില്ല, വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അലീന ചോദിച്ചു, മനുവേട്ടന് സുഖമല്ലേ? അതെ, നീ വിളിച്ചതോടുകൂടി പൂർണ്ണ സുഖമായി. മനുവേട്ട ഒന്ന് കളിയാക്കാണ്ട്. അല്ല, ഞാൻ സത്യം പറഞ്ഞതാ. ആയിക്കോട്ടെ, ഞാൻ നാളെ വിളിക്കാം, ഇപ്പം വെച്ചോട്ടെ എന്ന് അലീന ചോദിച്ചു. അങ്ങനെ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞ് അലീന പതുക്കെ കയറി കിടന്നു കേട്ടോ. ഉപവാസം എടുക്കുന്നതിൻ്റെ ചെറിയ ക്ഷീണമില്ലാതെ ഇല്ല. ഇപ്പോൾ ഒന്നിരാടോ ഉപവാസമാണല്ലോ. അലീന ഉറങ്ങിയില്ല, പതുക്കെ കയറി കിടന്നു. അപ്പോഴാണ് പുറത്ത് കതകിലൊരു മുട്ട് കേൾക്കുന്നത്. തുറന്നോ, ലോക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നു വന്നത് സ്റ്റാൻലിയാണ്. പതുക്കെ അലീന എഴുന്നേറ്റു കേട്ടോ. എഴുന്നേക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നുണ്ട് ആ എഴുന്നേപ്പിൽ തന്നെ. നീ ഉറങ്ങുമായിരുന്നോ എന്ന് സ്റ്റാൻലി ചോദിച്ചു. ഉറങ്ങിയില്ല, ഉറങ്ങാനായിട്ട് തുടങ്ങുമായിരുന്നു. കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്താ ഇത്ര നേരത്തെ കിടക്കുന്നത്? ഇവിടെ ഫുഡ് കഴിക്കാൻ സമയമാവുന്നല്ലേ ഉള്ളൂ. ഇന്നൊരു ക്ഷീണം, ഇപ്പം തന്നെ കിടന്ന് ഉറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം സ്റ്റാൻലി ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ടാണ് ക്ഷീണം വന്നതെന്ന് അറിയാവോ? അറിയാം, ഉപവാസം എടുത്തോണ്ട്. അപ്പം എല്ലാം അറിയാം അല്ലേ? ഞാനൊരു പട്ടാളക്കാരനാണ്, എന്നെ തോൽപ്പിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് സ്റ്റാൻലി ചോദിച്ചു. ഇല്ല, ഞാൻ തോൽക്കാമെന്ന് തീരുമാനിച്ചാൽ അതിന് കുഴപ്പമില്ലല്ലോ എന്ന് അലീനയും പറഞ്ഞു. നീ തോൽക്കണമെങ്കിൽ ഇപ്പം നീ എൻ്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അലീന പറഞ്ഞു, ഇപ്പം ഞാൻ വരാം, പക്ഷെ എപ്പോഴും തോൽക്കാനായിട്ട് പറയല്ലേ പപ്പ. ഒരുപാട് തോറ്റിട്ട് വന്നതല്ലേ ഞാൻ, അതുകൊണ്ട് ഇനി എപ്പോഴും തോൽക്കാനായിട്ട് പറയരുത്. നീ വാ, ബാക്കി പിന്നെ സംസാരിക്കാം എന്നും പറഞ്ഞ് സ്റ്റാൻലി പപ്പ അലീനയുടെ നേർക്ക് കൈ നീട്ടി. എന്നിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത് പോലെ അലീനയുടെ കയ്യെ പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ.
ഇവർ ഡൈനിങ് ഹാളിലേക്ക് എത്തിയപ്പോൾ തന്നെ പൗലോസും ആൻ്റപ്പനും അവിടെയുണ്ട്. ഫുഡൊക്കെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. മോൾ ഇരിക്കുക എന്ന് പറഞ്ഞു. മോളൊന്നും വിളിച്ചില്ല, ഇരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി അവിടെ ഇരുന്നു, അലീന അപ്പുറം ഇരുന്നു. ലൈം ജ്യൂസ് എടുത്തു കൊടുത്തു. ലൈം ജ്യൂസ് കുടിച്ചിട്ടാണ് നിരാഹാരം അവസാനിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ലൈം ജ്യൂസ് എടുത്തു കൊടുത്തു കേട്ടോ. അയ്യോ, അത് ഞാൻ വല്യപ്പച്ചനെ വിളിച്ചുകൊണ്ട് വരട്ടെ? എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാരത്തിൽ ഇരിക്കുക പാവം. പിന്നെ അത്ര പാവമൊന്നുമല്ല. നിന്നെ കാണുമ്പോൾ എന്നെ മറക്കുന്ന അപ്പനാ. എന്തായാലും നീ പോവണ്ട. ആൻ്റപ്പാ, നീ പോയി വിളിച്ചോണ്ട് വാ. പൗലോസേ, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അലീന എൻ്റെ മോളാണെന്ന് നിനക്കറിയാലോ അല്ലേ? അപ്പോൾ തല കുലുക്കി പൗലോസ്. അറിയാമെങ്കിൽ അറിയാമെന്ന് പറയണം, തല കുലുക്കിയാൽ പോരാ. അറിയാം സാർ. നാളെ മുതൽ ഇവൾ പറയുന്നത് പോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇന്നിവിടെ ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് ഇവൾ പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല. നാളെ സദ്യ വെക്കണം എന്ന് ഇവൾ പറഞ്ഞ് സദ്യ വെച്ചിരിക്കണം. കേട്ടല്ലോ? പൗലോസ് ആണെങ്കിൽ പതുക്കെ മിണ്ടാതിരിക്കുക. കേട്ടു സാർ, കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാമെന്ന് പറഞ്ഞപ്പോൾ കേട്ടു എന്ന് പറഞ്ഞു. ഇവളെക്കുറിച്ച് എന്തെങ്കിലും പരാതിയും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് മേലാൽ വന്നേക്കരുത്. അതായത് നിൻ്റെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ അലീന പറയുന്നത് അനുസരിച്ച് ഇവിടെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ജോലി മതിയാക്കി സ്ഥലം വിടുക. പൗലോസ് ഞെട്ടിപ്പോയിട്ടോ. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ. അലീന അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ, പൗലോസിനെയും സ്റ്റാലിയെയും. ഇതൊന്നും നിന്നോട് ദേഷ്യപ്പെട്ട് പറയുന്നതല്ല, ഒരു സജഷൻ പറയുന്നതായിട്ട് കണക്കാക്കിയാൽ മതി എന്നും സ്റ്റാലി പൗലോസിനോട് പറഞ്ഞു. പൗലോസ് അന്നേരവും തല കുലുക്കിയിട്ടോ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട പൗലോസേ. ഞാൻ ഇത്രയും കാലം ഒരു പരാതിക്കും ഇടം കൊടുക്കാതെയല്ലേ എൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. സാബ് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ കൊള്ളരുതാത്തവനാണ്, എൻ്റെ ഫുഡ് മോശമാണ് എന്ന്. ഇപ്പോഴും നിന്നെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ. നീ മിടുക്കനാണ് പൗലോസേ. നിന്നെപ്പോലെ ഇത്രയും ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളെ ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഇനി മുന്നോട്ടുള്ള കാലമാണ്. അലീനയുടെ കൂടെ അഭിപ്രായം അനുസരിച്ച് വേണം ചെയ്യാൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു പൗലോസിനോട്. എന്തായാലും അലീന ഒന്നും മിണ്ടാതെ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിപ്പുണ്ട്. എനിക്ക് ഒന്ന് ആലോചിക്കണം സാർ എന്ന് പൗലോസ് പറഞ്ഞു കേട്ടോ. ആലോചിക്കുക. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട് ആലോചിക്കാൻ. നീ പോയിക്കോ. എന്തായാലും പൗലോസ് ചിലപ്പോൾ ഉണ്ടല്ലോ അങ്ങനെ എൻ്റെ വിലയൊന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു 2 ദിവസം ജോലിയിൽ നിന്ന് മാറി നിൽക്കാം എന്നൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷേ സ്റ്റാലിക്ക് അലീന വല്ല ഫുഡും വെച്ച് കൊടുത്താൽ അതോടുകൂടി പൗലോസിൻ്റെ പണി സ്ഥിരമായിട്ട് പോകുന്നത് നമ്മുടെ പൗലോസിന് അറിയത്തില്ലല്ലോ. പൗലോസ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും മതിയല്ലോ അല്ലേ നിനക്ക് എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും അലീന താങ്ക് യു പപ്പ എന്ന് പറഞ്ഞു. ഈ ലൈം ജ്യൂസ് കുടിച്ച് നിൻ്റെ ഫാസ്റ്റിംഗ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തേ എന്ന് പറഞ്ഞ് നിരാഹാരം അവസാനിപ്പിക്കാനായിട്ട് അങ്ങനെ അലീന ലൈം ജ്യൂസ് കുടിച്ചു. ഇപ്പോഴാണ് സ്റ്റാലിലേക്ക് സമാധാനമായത്. നിൻ്റെ സങ്കടം അവസാനിച്ചല്ലോ അല്ലേ? അങ്ങനെ സ്റ്റാലിൽ തന്നെ ഓരോന്നോരോന്ന് അലീനയ്ക്ക് വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ അലീന ഓരോന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. സ്റ്റാലിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് ഇത് സ്റ്റാലി ചോദിച്ചു, എന്താ ഇത്? പെട്ടെന്ന് അലീന സ്റ്റാലിയുടെ കയ്യിലേക്ക് പിടിച്ചു. സോറി പപ്പ, സോറി. പപ്പയ്ക്ക് എതിരെ സമരം ചെയ്തേന് സോറി. ആഹാ, അപ്പം സമരം തന്നെ ആയിരുന്നു അല്ലേ? അപ്പോഴേക്കും അലീന പറഞ്ഞു, സോറി പപ്പ, സോറി, ഇറ്റ്സ് ഓക്കെ, മോള് കഴിക്കുക. അപ്പോൾ അലീന പറഞ്ഞു, പപ്പ എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തുതാ, എന്നിട്ട് വേണം എനിക്ക് നിരാഹാരം അവസാനിപ്പിക്കാൻ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്പൂണിൽ തോണ്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇരുമ്പല്ലേ, എനിക്ക് പപ്പയുടെ കൈ കൊണ്ടെടുത്ത് തരണം എന്ന് അലീന പറഞ്ഞു. അതെ, ഒരപ്പൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തം മോൾക്ക് എടുത്തു തരുന്നതല്ലേ, അപ്പം ഇങ്ങനെ ഇരുമ്പ് കൊണ്ട് തരണ്ട. ഓഹോ, ഇതൊക്കെ ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് അല്ലേ എന്ന് സ്റ്റാലി ചോദിച്ചു. അത് പപ്പയ്ക്കല്ലേ, ഇത് എനിക്ക് അങ്ങനെയല്ല. അപ്പം അതൊക്കെ കുറച്ചെടുത്ത് അലീനയുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങുക. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അലീന വാ പൊളിച്ചു കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും അതൊക്കെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്തായാലും അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അതൊക്കെ അലീനയും ഓരോരുള്ള എടുത്തു. അതിനുശേഷം പപ്പാന്ന് വിളിച്ചു കേട്ടോ. സ്റ്റാൻലി പതുക്കെ നോക്കിയപ്പം നീട്ടാണ്. എന്താ ഇത് എന്ന് സ്റ്റാൻലി. പപ്പയുടെ മോൾ ആദ്യമായിട്ട് തരുന്നതല്ലേ, വാ തുറക്ക്. സ്റ്റാൻലിക്കൊരു മടിയൊക്കെ ഉണ്ട്. എന്തായാലും തോറ്റു കൊടുക്കാനുള്ളൊരു മടിയൊക്കെയാണ്. തൻ്റെ ആ ഒരു വലിയ സിംഹാസനത്തിൽ താൻ രാജാവാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരാനുള്ളൊരു ചെറിയ മടി മാത്രമാണ് കേട്ടോ. എന്നാലും വാ തുറന്നു കൊടുത്തു. അലീന കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാട്ടോ ആ ഫുഡ് വായിലേക്ക് വെച്ച് കൊടുക്കുന്നത്. താങ്ക് യു പപ്പ എന്ന് പറഞ്ഞു. സ്റ്റാൻലിയും പറഞ്ഞു താങ്ക് യു എന്ന്. സ്റ്റാൻലിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാൻ പോയി വല്യപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വരാം പാപ്പ എന്ന് പറഞ്ഞപ്പോഴേക്കും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വല്യപ്പച്ചനെ കൂട്ടാനായിട്ട് അലീന പോവാണ് കേട്ടോ. സ്റ്റാൻലി ആ ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വല്യപ്പച്ച ബാ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു. നമ്മളിന്ന് സമരത്തിലല്ലേ, അത് സാരമില്ല വാ. ലാലിച്ച വന്ന് വിളിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പോയടാ. ഇനി എങ്ങനെയാണ് നാണം കെട്ട് ചെല്ലുന്നേ? എൻ്റെ ഔതക്കുട്ടി ചായ സമരം തീർന്നു, കോംപ്രമൈസായി. അതെങ്ങനെ? മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശേഷം റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് സ്വന്തം മകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. സമരം ജയിച്ചോ? ആ ജയിച്ചെന്നേ, ജയിച്ചു. എന്നതാ സംഭവിച്ചത്? പപ്പ എന്നെ ഡൈനിങ് റൂമിലേക്ക് വിളിച്ചോണ്ട് പോയി. എന്നിട്ട് പൗലോസേട്ടനെ വിളിച്ചു. അലീനെ എന്ത് പറഞ്ഞാലും അനുസരിച്ചോളണം എന്നൊരൊറ്റ ഓർഡർ. അപ്പം പൗലോസ് ബ്ലിങ് അല്ലേ? അതേനെ വിശന്നിരിക്കുകയല്ലായിരുന്നു ഇന്ന് മുഴുവൻ. വാ. സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി അടുക്കളയിൽ കയറി കട്ടി തിന്നാലോ എന്നാലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. ആഹാ ഇത് കുട്ടിച്ചായ പേര് കളഞ്ഞു കുളിക്കല്ലേ കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും വേണ്ടല്ലോ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലീന പതുക്കെ കയ്യെ പിടിച്ചുകൊണ്ട് പോവാണ് വല്യപ്പച്ചൻ്റെ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം അപ്പച്ചനും നമ്മുടെ സ്റ്റാൻലിയും കൂടിയിട്ട് നടക്കാനായിട്ട് പോവാണ്. സ്റ്റാൻലി നടക്കുമല്ല, ഓടുകയാണെന്ന് തന്നെ പറയാൻ കൈയും വീശി. പക്ഷേ അപ്പച്ചന് അത്രയും പറ്റുന്നില്ല. എടാ അവിടെ നിൽക്കണം, എനിക്ക് നിൻ്റെ പ്രായമാണോ? നീ ഇതങ്ങ് ശീലമാക്കിക്കോ ഈ കാലത്തെ ഉള്ള നടത്തം. ദേ ഇതൊക്കെ ഉണ്ടായിരുന്നത് അപ്പച്ചൻ അറിയാലോ. ആർമിയിലായിരുന്നപ്പം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതല്ലേ. നീ കുളത്തൂപ്പടുത്ത് വന്ന ശേഷം അതൊക്കെ അങ്ങ് നിർത്തിയില്ലേ? നിർത്തിയിട്ട് 4-5 വർഷമായിട്ടുള്ളൂ. ജീവിതം ബോറടിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല. അപ്പം നിൻ്റെ ബോറടിയൊക്കെ മാറിയോ? രാവിലെ നടക്കാൻ ഇറങ്ങിയത് കൊണ്ട് ചോദിച്ചതാണ്. ഇപ്പം എൻ്റെ തലയ്ക്ക് മീതെ ഒരു ലേഡി കമാൻഡർ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലേ. ബോറടിച്ചിരിക്കാനും അവൾ സമ്മതിക്കുന്നില്ലെന്നേ. അപ്പം നിനക്ക് അവളെ പേടിയുണ്ട്. എടാ മോളെ, ചുമ്മാ വിടുവാ പറയല്ല. അവൾ ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിരിക്കും. പിന്നെ ഞാനങ്ങനെ സറണ്ടറൊന്നും ആവത്തില്ല. ഇതേ ഞാൻ അവൾക്ക് വെറുതെ അങ്ങ് ഇട്ട് കൊടുത്തതാ. അവൾക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അവൾ പറഞ്ഞായിരുന്നോ നിന്നോട് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകാനായിട്ട്? അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടോ അവൾക്ക്? എന്നോട്? അതും എന്നോട്? രാവിലെ എഴുന്നേറ്റ് 3/4 മണിക്കൂർ നടക്കുവാണെങ്കിൽ പപ്പയുടെ പ്രായം ഇപ്പോഴത്തെ എൻ്റെ പകുതിയേ ഉണ്ടാവും അവൾ പറഞ്ഞത്. അപ്പം എൻ്റെ മോൻ ചെറുപ്പമാകാൻ തീരുമാനിച്ചതാണോ? കൊള്ളാം. അവളാരാ മോൻ? അവളാരാ മോള്? മർമ്മത്തല്ലേ പിടിച്ചത്? അല്ല സംഭവം ശരിയല്ലേ അപ്പച്ച? എനിക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആകാൻ പറ്റും. അല്ല ഞാൻ ഈ അലസതയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ പവർഫുൾ ആവൂലേ? അതിനെന്താ സംശയം? എടാ നല്ല ചെറുപ്പത്തിലേ നിൻ്റെ ബോഡി ഉരുക്ക് പോലെയല്ല ഇരുന്നത്. നീ പുഷ്പം പോലെ എന്നെ എടുത്തത് അലക്കി മീതെ പൊക്കുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഓർത്തത് നീ ഒരു നെപ്പോളിയൻ ബോണപ്പാട്ടായിട്ട് മാറുന്ന. അയ്യോ അത് വല്ലാത്തൊരു പ്രതീക്ഷയായി പോയല്ലോ അപ്പച്ച, ഭയങ്കരം തന്നെ എന്ന് സ്റ്റാൻലി പറഞ്ഞു. എടാ നെപ്പോളിയൻ വെറുമൊരു പടയാളിയായിരുന്നു. നീയും പട്ടാളത്തിലല്ലായിരുന്നോ? എന്നാലും ഞാൻ സമ്മതിച്ചു. അപ്പച്ചൻ്റെ ഒരു സങ്കല്പം അങ്ങനെ ആകാഞ്ഞതേ ഒരു കണക്കിന് നന്നായി. അങ്ങനെ ആയിരുന്നെങ്കിലോ? അങ്ങനെയായിരുന്നെങ്കിൽ നീ ഇപ്പം 2 തവണ വാട്ടർലൂ തോറ്റേനെ. അതെന്താ അപ്പച്ച, ഞാൻ പോരാത്തവനാണോ? നീ മിടുക്കനായി എൻ്റെ മോനല്ലേ, അതറിയാലോ. പക്ഷെ നിൻ്റെ കൂടെ നിൽക്കുന്നവരെ കൊള്ളത്തില്ല. അവർ നിന്നെ കുഴി വീഴ്ത്തും. ഇപ്പം വന്നേക്കുന്ന ലേഡി കമാൻഡർ ആൾ കൊള്ളാം. നിന്നെക്കൊണ്ട് യുദ്ധം ചെയ്യിക്കാനും യുദ്ധം ജയിപ്പിക്കാനും ശേഷിയുള്ളവൾ തന്നെയാണ് അവൾ. അപ്പോഴേക്ക് സ്റ്റാൻലി അപ്പച്ചനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ പൗലോസ് ഞാൻ പറഞ്ഞതുപോലെ അടുക്കളയിൽ കയറാതെ ഉള്ള സമരത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും പൗലോസ് വലിയ കാര്യത്തിന് അടുക്കളയിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അലീന ചായ ഇടുകയാണ്. എന്തായാലും പൗലോസ് തൻ്റെ അടുക്കള അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അലീനയെ വെല്ലുവിളിച്ച് പൗലോസ് വീണ്ടും അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. അലീന പൗലോസിനോട് പറഞ്ഞു, അപ്പം ഉദ്ദേശമില്ല അല്ലേ? നന്നാവാൻ ഉദ്ദേശമില്ല. 3 ദിവസം തരും. 3 ദിവസത്തിനുള്ളിൽ പൗലോസേട്ടൻ ഈ മനോഭാവം മാറ്റിയില്ലെങ്കിൽ ഒരൊറ്റ വാക്കേ ഞാൻ പറയത്തുള്ളൂ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലീന ചായ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് പൗലോസും പുറത്തുള്ള ബൈജുവും ഒക്കെ കൂടിയിട്ട് അലീന ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് ഇനി എന്താണ് പ്ലാൻ, എന്തെങ്കിലും ഒരു പ്ലാൻ കണ്ടെത്തിയിട്ടിരിക്കുന്നു എന്നൊക്കെ തീരുമാനിക്കുക. പക്ഷേ അലീന ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.